എന്നെ കയറ് വെച്ച് കെട്ടിയിടാൻ വന്നതാണ്. അത് ഓൾറെഡി ഉണ്ടല്ലോ. കയറ് മാത്രമല്ല, കുറച്ച് പുല്ലും സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പശുവിനെ പോലെ സൈഡിൽ കെട്ടിയിടും. തീറ്റ, കാലിത്തീറ്റ, മറ്റേ പഴങ്കഞ്ഞി, മറ്റേ എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. പശുവിന് പഴങ്കഞ്ഞിയോ? കാടിവെള്ളമായിരിക്കുമല്ലേ ഉദ്ദേശിച്ചത്? ഓക്കെ. ദയാ സുജിത്ത്, മഞ്ജു പിള്ള, ഷെഫീന ബീവി അടങ്ങുന്ന വിഷയത്തിൽ ദയാ സുജിത്തിൻ്റെയും മഞ്ജു പിള്ളയുടെയും പ്രതികരണം ആദ്യമായി എത്തിയിരിക്കുകയാണ്. എനിക്ക് പനിയാണ്, എനിക്ക് ഭയങ്കര ജലദോഷമാണ്, എനിക്ക് മുടിഞ്ഞ തുമ്മലാണ്, അതുകൊണ്ട് വീഡിയോയിൽ ചില ഡിസ്റ്റർബൻസുകൾ ഉണ്ടാവും, പ്രിയപ്പെട്ട പ്രേക്ഷകർ അത് ക്ഷമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സംഭവം കുറച്ച് നാളുകൾക്ക് മുമ്പേ ഷെഫീന ബീവി ഒരു വീഡിയോ റിയാക്ട് ചെയ്തു. ആ വീഡിയോയ്ക്കകത്ത് ദയാ സുജിത്തിൻ്റെ വസ്ത്രധാരണത്തെക്കുറിച്ച്, മോഡൽ ഫോട്ടോഷൂട്ടിനെ കുറിച്ച് വിമർശിച്ചു. ആ വിമർശിച്ചതുമായി ബന്ധപ്പെട്ട് ദയാ സുജിത്ത് ഒരു പ്രതികരണം നടത്തിയിരുന്നു. അതായത്, മാതിരി യൂസ്ലെസ് സാധനങ്ങൾക്കൊന്നും ഞാൻ പ്രതികരിക്കാനില്ല, ഞാൻ പ്രതികരിക്കുകയാണെങ്കിൽ അത് നല്ല കാര്യങ്ങൾക്ക് വേണം, ഒരു ചെടി എടുത്തിട്ട് അതിൻ്റെ ആളിഞ്ഞ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞ് കഴിഞ്ഞാൽ ചെടി തഴച്ച് വളരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഒരു വിഷയത്തെ ചല്ലി ബില്ലി മാറ്റർ എന്ന് പറഞ്ഞിട്ട് അപമാനിച്ച് വിടുന്നവരെയാണ് പുള്ളിക്കാരി ഇത് പ്രതികരിച്ചത്. വളരെ മെച്ചുവേർഡായിട്ട് ആരെയും യാതൊരു വിധത്തിലുള്ള ക്യാരക്ടർ അസാസിനേഷനും ചെയ്യാതെ ആരെയും കുറ്റം പറയാതെ ചെയ്ത്. അങ്ങനെ ഇരിക്കെ ഇപ്പോൾ രണ്ടാം പ്രതികരണം എത്തി. ഷെഫീന ചേച്ചി ഈ വിഷയത്തിൽ കുറേ വീഡിയോ ചെയ്തു, അമ്മയുടെ സ്ഥാനത്ത് നിന്ന് കണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പരിപാടികൾ ചെയ്ത്. അങ്ങനെ ദയാ സുജിത്തും മഞ്ജു പിള്ളയും കൂടെ അടുത്ത സാധനം വന്നു, അടുത്ത വീഡിയോ വന്നു. അതിൻ്റെ ഒരു പ്രസക്ത ഭാഗമാണ് നമ്മൾ കേട്ടത്. അതിനകത്ത് ഷെഫീന ബീവി പറയുന്നുണ്ടായിരുന്നു, മഞ്ജു പിള്ളേ നിനക്ക് നിൻ്റെ മോളെ കെട്ടിയിട്ടൂടെ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. ആ കെട്ടിയിടലിനെയാണ് ഈ കടന്ന് ട്രോളിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ബാക്കി കെട്ടിയിടൽ ട്രോൾ കേൾക്കാം. വന്നിട്ട് ഇവിടെ സാറേ വന്നിട്ട് നമ്മൾ തുണികൾ മേടിക്കുകയാണ്. നിന്റെ കാശ നീ ഇഷ്ടമുള്ളതോ? അയ്യോ സോറി മാതാശ്രീ ഇഷ്ടമുള്ള മേടിച്ച മാതാശ്രീ പോയി ഒരു സംഭവം എന്ന് വെച്ചാൽ എൻ്റെ അമ്മ സാറയുടെ അമ്മയെ കയറി നീ എന്ന് വിളിക്കുന്നത് ശരിയാണോ? അപ്പോൾ ബേസിക്കലി നമ്മൾ ഈ വസ്ത്രധാരണത്തെ ചോദ്യം ചെയ്തിട്ട് മെറ്റീരിയൽ എന്നൊക്കെ പറയുമ്പോഴത്തേനും ഇത്തരം സാധനങ്ങളും കൂടെ നമ്മൾ ചോദ്യം ചെയ്യേണ്ടതായി വരും. ഇപ്പോൾ ഒരുപാടടുത്ത് അമ്മയും മക്കളും തമ്മിൽ അച്ഛനെ നീ പോടാ ആ സാധനം ഉണ്ടല്ലോ, അതിപ്പോൾ ഒരുപാട് ഫ്രണ്ട്ലി ആയിട്ടാണ് മാതാപിതാക്കളും മക്കളും തമ്മിൽ വളരുന്നത്. ആ ഒരു സ്പേസ് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഈ മക്കൾക്ക് ഒരുപാട് കാര്യങ്ങൾ അപ്പനോടും അമ്മയോടും തുറന്ന് പറയാനുള്ള സാഹചര്യം ഉണ്ടാവും. ഇപ്പോൾ ബേസിക്കായിട്ട് അച്ഛനും അമ്മയും മക്കളോട് ഭയങ്കര സ്നേഹത്തിലാണ് എന്ന് വെക്കുക. അങ്ങനെയുള്ളപ്പോൾ പല കാര്യങ്ങളും ഇവർ തുറന്ന് പറയും. എന്നിട്ടും കള്ളത്തരം കാണിക്കുന്ന തയ്ക്ക് പറക്കാത്ത മക്കളുണ്ട്, അതിനെല്ലാം ഞാൻ പറയുന്നത്. അല്ലാത്ത നാച്ചുറൽ പിള്ളേർ. പക്ഷേ ഇപ്പുറത്ത് എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് നിന്നോട് ആരാടാ പറഞ്ഞത് ചെയ്യാമെന്ന് പറഞ്ഞ് ചെവിക്കും കിഴുക്കും കൊടുത്തുകൊണ്ട് നിൽക്കുന്ന അമ്മയും അച്ഛനും ആണെങ്കിൽ പല കാര്യങ്ങളും പിള്ളേർ ഹൈഡ് ചെയ്യും. അപ്പോൾ പിള്ളേരുമായിട്ടൊരു ഗുഡ് പാരൻറ്റിങ് ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല ഈ ഒരു വിഷയം, അതായത് ഷെഫീന ബീവി വരെ റിയാക്ട് ചെയ്ത വിഷയം കേരളം നിന്ന് കത്തി. ആ വിഷയത്തിൽ വേറെ ആരാണെങ്കിലും തിരിച്ചവരുടെ അച്ഛനും കൊച്ചച്ഛനും ഇളയച്ഛനും ഒക്കെ വിളിച്ചുകൊണ്ട് വരും. പക്ഷേ ഇവരങ്ങനൊന്നും ചെയ്തില്ല. ഇവർ ഈ ഒരു ആൾക്കാർ മഞ്ജുപിള്ളയായാലും ദയാ സുജിത്തായാലും വളരെ മെച്ചൂർഡായിട്ട് സാധനത്തിനെ ഹാൻഡിൽ ചെയ്തു. പക്ഷേ ഇവർ ചറ പറയിട്ട് ട്രോളുന്നത് കയറിട്ട് കെട്ടണം എന്ന് പറഞ്ഞു, വസ്ത്രധാരണത്തിനെ കളിയാക്കുന്നൊക്കെയുള്ളതാണ്. ഇപ്പം ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരാൾ എന്ത് വസ്ത്രം ഇടണമെന്നുള്ളത് അയാളുടെ പേഴ്സണൽ ചോയ്സാണ്. അയാൾക്ക് സെസ്കി ആയിട്ടിടാം, അയാൾക്ക് സെസ്കി അല്ലാതെ ഇടാം, എങ്ങനെ വേണേലും ഇടാം. ആ ഒറ്റ സാധനമേ ഉള്ളൂ, നീയൊക്കെ ഇങ്ങനെ തന്നെ വിലയിരുത്തണം എന്നവർക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. കാണുന്നവർ പല രീതിയിലും വിലയിരുത്തും. പക്ഷെ ആ വിലയിരുത്തിയിട്ട് എന്തെങ്കിലും കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ മര്യാദക്കുള്ള രീതിയിൽ കമൻറ്റ് ചെയ്യണം. അല്ലാതെ തടവട്ടെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കൈവിട്ട് പോകും. ഓക്കെ, പോയി ഞാൻ അമ്മയായിട്ട് ഞാൻ തപ്പി കിടക്കുമായിരുന്നു. ആ അമ്മയ്ക്ക് തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു, എൻ്റെ അമ്മ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു. അവിടെ ഒരു പെൺകൊച്ച് നിൽക്കുന്നത് ഞാൻ അമ്മേനെ നോക്കുക, കുർട്ടയിലോ അല്ലെങ്കിൽ എന്തിലെങ്കിലും. പിന്നെ നോക്കി വന്നപ്പോൾ ഈ സ്ത്രീ ഇവിടെ ഉണ്ട്. എൻ്റെ അമ്മ മാതാശ്രീ ഇവിടെ ഉണ്ട്. മാതാശ്രീ എൻ്റെ അമ്മ. ഓക്കെ, മരണ ട്രോള്. അപ്പോൾ ബേസിക്കലി അവർക്കെതിരെ ഒരു വിമർശനം വന്നുകൊണ്ട് നിലവിലെ സാഹചര്യങ്ങളിൽ ഇവരിടുന്ന വീഡിയോക്കൊക്കെ ഒടുക്കത്തെ റീച്ച് എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം ലെവൽ റീച്ച് ആയിരിക്കും ഇങ്ങനൊരു കോൺട്രവേഴ്സി നടക്കുമ്പോൾ എന്തെങ്കിലും വീഡിയോ റിയാക്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനത്തെ വീഡിയോകൾ ഇടുമ്പോൾ പ്രധാനമായിട്ടും 2 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായി വരും. ഒന്ന്, ആ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ, കാരണം അത് റീച്ച് ആവുമെന്ന് നമുക്കറിയാം, ആ സമയത്ത് പറയുന്ന കാര്യങ്ങൾ. 2, ഒരുപാട് ബ്രാൻഡ് കൊളാബറേഷൻസ് വരും. ഫേസ് വാല്യൂ ഒക്കെ ഉള്ളവരാണെങ്കിൽ നമുക്കൊന്നും ഒരു കിണ്ടിയും വരത്തില്ല, ഇവരെപ്പോൾ ഉള്ളവർക്ക് വരും. അത് മനസ്സിലാച്ചോ, ഇത് അവസരം മുതലെടുക്കണം സജി.
പറയുന്നത് ഞാൻ ഒരുപാട് ജോലികൾ ചെയ്ത് തീർക്കാനുണ്ട്. നമുക്ക് ആക്ച്വലി എന്താ പറയുന്നത്, എനിക്കിതൊന്ന് റിയാക്ട് ചെയ്യാൻ പോലും അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ പോലും എനിക്ക് താല്പര്യമില്ല ഉള്ള കാര്യം പറയാമല്ലോ. കാരണം എനിക്ക് അതിനെക്കാട്ടും വലിയ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. എൻ്റെ ഹോം ലോൺ ആരും വന്ന് ചെയ്ത് അടച്ചു തീർക്കാൻ പറ്റുന്നില്ല, എൻ്റെ കാർ ലോൺ ആരും അടച്ചു തീർക്കാൻ പറ്റുന്നില്ല, നിൻ്റെ ലോൺ അങ്ങനെ പലതും ഞാൻ തന്നെ കഷ്ടപ്പെടണം, ഞാൻ തന്നെ ചെയ്യണം. പിന്നെ എനിക്ക് ഇത്രേ പറയാനുള്ളൂ, ദയാസുജിത്ത് മുതലെടുക്കണയാണല്ലേ സജി, അതിൻ്റെ ഇടയ്ക്കൂടെ ബ്രാൻഡ് പ്രൊമോഷൻസ് ഐക്യം വിട്ട് പോട്ടു അടിച്ചു കയറിക്കോ എന്നും പറഞ്ഞിട്ട് മഞ്ജു പിള്ള ബേസിക്കലി ഈ ഒരു വിഷയത്തിൽ പല ആൾക്കാർക്കും അറിയാനുള്ളൊരു സാധനം മഞ്ജു പിള്ളയുടെ പ്രതികരണം എങ്ങനെയാണ്, ഈ അഴുക്ക പയലേ മര്യാദക്ക് തുണി കൊടുത്തോണം എന്നുള്ളതാണോ, നിൻ്റെ ഡ്രസ്സിങ്ങിന് തന്നെ പ്രശ്നം സൂപ്പർ എന്ന് പറയുന്നതാണോ എന്നറിയാൻ എല്ലാവർക്കും താല്പര്യമുണ്ട്. അങ്ങനെ ഇരുന്നൊരു സാഹചര്യത്തിലാണ് മഞ്ജു പിള്ളേനെ ആ വീഡിയോയിൽ കൊണ്ടുവന്നതിന് ശേഷം ഈ പുള്ളിക്കാരി ബ്രാൻഡ് നിർത്തിയങ്ങ് അപമാനിക്കുകയല്ലേ നമ്മളെ മഞ്ജു പിള്ളേനെ. ഏതായാലും ഒരു കോൺട്രവേഴ്സി ഒന്നുണ്ടെന്താ, സെറ്റായില്ലേ, പിന്നെന്താ വേണം. കുഞ്ഞുങ്ങളായാലും ആരായാലും അവരുടെ പാഷനിൽ പോവുക, അവർക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അവർക്ക് കോൺഫിഡൻസ് മാത്രമല്ല അവർക്ക് ധൈര്യം അതുണ്ട്. ബജുപ്പിള്ള അപ്പുറത്ത് കാര്യമായിട്ട് പറയുക, ഇങ്ങനത്തെ കോൺട്രവേഴ്സികളൊന്നും നമ്മൾ കൈകടത്തേണ്ട കാര്യമില്ല, അതൊന്നും നമ്മൾ കേൾക്കേണ്ട കാര്യങ്ങളല്ല. അവർക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അവർക്ക് എന്തും ധരിക്കാം, അവർ ധരിക്കട്ടെ, അവരുടെ കോൺഫിഡൻസ് ആണ് പ്രധാനം. അവൾ ഫാഷൻ ലോകത്തെ ഒരു തരംഗമായി മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ എന്നൊക്കെ പറയുന്നത് പുള്ളിക്കാരി ഭയങ്കരമായിട്ട് ഈ സാധനത്തിനെ സപ്പോർട്ട് ചെയ്താണ്. ഇപ്പുറത്ത് പെർഫ്യൂം ലിപ്സ്റ്റിക് സൂപ്പർ അടിപൊളി സാധനം എന്ന് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ കൊള്ളാം. ഇതിനകത്ത് ഇവർ ആ ഒരു വിഷയത്തിനെ സമീപിക്കുന്ന രീതിയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റ് ഓപ്പോസിറ്റ് ഈ ഒരു പക്ഷത്ത് ആരാണെന്നുണ്ടെങ്കിലും തിരിച്ചു വന്നിട്ട് ഭയങ്കര തെറിവിളിയും ആക്രോശവും ദേഷ്യവും ഒക്കെ കാണിക്കുന്ന സമയത്ത് ഇതൊക്കെ ഒരു വിഷയമാണോ, നമ്മളെയാണോടാ പറഞ്ഞത് എന്നുള്ള രീതിയിലാണ് ഇവർ റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല മഞ്ജു പിള്ളയുടെ വാചകളിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, നീ നിൻ്റെ കാര്യം നോക്ക്, ഞങ്ങളുടെ കാര്യം നോക്കി ഫാഷനോ ഓഷനോ എന്താണെന്ന് വെച്ചാൽ ജീവിക്കും. ഇതാണ് അവർ പറഞ്ഞു വെക്കുന്നൊരു വേർഷൻ. ബാക്കിയേക്കാം കോൺഫിഡൻസ് ഒരു തരം ധൈര്യം തന്നെയാണ്. അതുണ്ടെങ്കിൽ ലിവ് യുവർ ലൈഫ്, ഡു വാട്ട് എവർ യു വാണ്ട്. എനിക്ക് അത്രേ പറയാനുള്ളൂ. ജീവിക്കുക. നാളെ ഒരു വണ്ടി തട്ടിയാൽ തീരാവുന്ന കാര്യമുള്ളൂ. നാളെ വേണ്ട, ഇവിടുന്ന് കാപ്പ് പിടിച്ച് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ തീരാവുന്ന ഇതേ ഉള്ളൂ. ഞാൻ വിചാരിച്ച് ഭീഷണിപ്പെടുത്തിയതാണ്. ഇത് മാത്രമല്ല, ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഒരുപാട് ഭാഗങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുന്നുണ്ട്. ഈ കുറേ ആൾക്കാർ മഞ്ജു പിള്ളയുടെ പഴയ ഒരു ഇൻ്റർവ്യൂ, വനിതാ ചാനൽ വന്നൊരു ഇൻ്റർവ്യൂ ഒക്കെ എടുത്ത് വെച്ചിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അത് ഒരുപാട് ആൾക്കാർ പഴയ ഇൻ്റർവ്യൂ പണ്ട് പറഞ്ഞിട്ടുണ്ടെന്നുള്ള രീതിയിൽ തന്നെ അവതരിപ്പിച്ചു. എന്നാൽ മറ്റ് ചില ആളുകൾ എത്തി, മഞ്ജു പിള്ളയുടെ പ്രതികരണം എത്തി എന്ന് പറഞ്ഞിട്ട് വന്നു. ഞാനും തമ്മിൽ അങ്ങനെ ചാമ്പ് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഇവർ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അത് പഴയതാണ്. ഈ ഒരു വിഷയത്തിൽ ഞാനിപ്പോഴാണ് ഒഫീഷ്യലി സംസാരിക്കുന്നത് പറഞ്ഞ് ഇവർ ആ ഒരു വിഷയത്തിന് സ്വാഭാവികമായിട്ടും ഇങ്ങനൊരു വിഷയം വരുമ്പോഴത്തേനും അവർ മാനസികമായി ഡൗൺ ആവും. എന്നാലും എങ്ങനെ പ്രതികരിക്കണം, എങ്ങനെ പറയാൻ പാടില്ല, എന്ത് പറയണം എന്നൊക്കെയുള്ള പൂർണ്ണമായ ബോധ്യം ഇവർക്കുള്ളത് ഒരു നല്ല കാര്യമാണ്. ആ ഒരു മെച്യൂരിറ്റിയാണ് ഇതിനകത്ത് കാണുന്നത്. ലവ് മെസ്സേജ് ലൈക്ക് ഇഷ്ടമാണ്, ലൈക്ക് നിങ്ങൾ കണ്ടിന്യൂ. ഇപ്പോൾ പറയാം മോളെ, ഞാൻ 2 പെൺകൊച്ചുങ്ങളുടെ അമ്മയാണ്, 2 ടീനേജേഴ്സിൻ്റെ അമ്മയാണ്. എനിക്ക് മോള് അന്നിട്ട ഡ്രസ്സ്, മറ്റേ ഫോട്ടോഷൂട്ടിന് ഡ്രസ്സ്, ഈ തമ്മനയിലുള്ള ഡ്രസ്സ്, ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാനത് എൻ്റെ കൊച്ചുങ്ങൾ ഇട്ടാൽ എനിക്ക് ഇഷ്ടപ്പെടില്ല. പക്ഷേ ഒരു അമ്മ എന്ന രീതിയിൽ ഞാൻ മോൾക്ക് അനുഗ്രഹം നൽകുന്നു എന്ന് മനോഹരമായിട്ടാണ് പറഞ്ഞു. ഞാൻ ഇപ്പോൾ എങ്ങാനും I have any choice to wear any of my dresses, right? It is not affecting any other people. ഇത് പുള്ളിക്കാരിക്ക് ഈ സാധനം റീച്ച് ആയപ്പോഴത്തേനും അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തിലേക്ക് ഒരുപാട് ഓഡിയൻസിൻ്റെ ഓടിക്കയറ്റം തള്ളിക്കയറ്റം ഉണ്ടാക്കിയപ്പോഴത്തേനും പല ആളുകളും മെസ്സേജ് അയച്ചു. അങ്ങനെ ഒരു സ്ത്രീ അയച്ച മെസ്സേജാണ് ദയാസുജിത്ത് ഇപ്പോൾ വായിച്ചത്. മോളെ, നീ ഇട്ട വസ്ത്രം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, പക്ഷേ അത് ശരിയല്ല, പക്ഷേ കുഴപ്പമില്ല, ഇത് എന്താണെന്ന് വെച്ചാൽ കാണിച്ചിട്ട് എന്നും പറഞ്ഞ് റിയാക്ട് ചെയ്തു എന്നുള്ളത്. ബേസിക്കലി നമുക്കൊരാളുടെ വസ്ത്രം ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കതിനെ പൂർണ്ണമായും വിമർശിക്കാനുള്ള അവകാശമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവർ സോഷ്യലി ഈ സാധനം കാണിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് പബ്ലിക്കിലായിട്ട് ഈ ഒരു വസ്ത്രധാരണം കാണിച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെ കാണിക്കുമ്പോൾ അതിനെ വിമർശിക്കുമ്പോൾ അതിൻ്റേതായ ഒരു രീതിയുണ്ട്, അതിൻ്റേതായ ഒരു മാന്യതയുണ്ട്, മര്യാദയുണ്ട്. അതിനപ്പുറം പോയി വിമർശിക്കുമ്പോഴാണ് ഒരുപാട് ആളുകൾ, എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒരുപാട് ആളുകളുടെ കമൻറ്റുകൾ വന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ കുറേ ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഷെഫീന ബീവി നീ എന്താണ് ഈ കാണിച്ചത്, നീ പറഞ്ഞത് തെറ്റ് എന്ന് പറഞ്ഞ പല ആളുകളും അവരുടെ അഭിപ്രായത്തിനോട് യോജിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയ ഒന്നും അങ്ങനെ പറഞ്ഞെങ്കിലും അവർ ആ അഭിപ്രായത്തിനോട് യോജിക്കുന്നുണ്ട്.
ഞാൻ എൻ്റെ നേരത്തെ വീഡിയോ പറഞ്ഞ പോലെ തന്നെ 2 തരത്തിലുള്ള ആളുകളുണ്ട്. വളരെ പ്രോഗ്രസീവ് ചിന്താഗതിയിലുള്ള ആളുകളുണ്ട്, അത്ര പ്രോഗ്രസീവ് അല്ലാത്ത ചിന്താഗതിയിലുള്ള ആളുകളുണ്ട്. പ്രോഗ്രസീവ് ചിന്താഗതിയിലുള്ള ആളുകളാണ് ഇങ്ങനെ പല വസ്ത്രങ്ങൾ ഇടുന്നതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത്, അവൾ ഹോട്ടായിട്ട് ക്യൂട്ടായിട്ട് ഇട്ടു എന്ന് പറയുന്നത്. അല്ലാത്തവർക്ക് എന്തോ ഈ കാണിച്ചു വെച്ചേക്കുന്നേ, ഈ തുണിയൊക്കെ ഇട്ടുകൊണ്ടാണോ പുറത്തിറങ്ങുന്നത്, ആണുങ്ങൾ കണ്ടവന്മാരെ എന്നും പറഞ്ഞിട്ട് നമ്മളെയും കൂടെ ആകുമ്പോഴായിരിക്കും ആണുങ്ങളെയും കൂടെ അങ്ങ് അടിച്ച് താത്തി സംസാരിക്കും. 2 ചിന്താഗതികളുണ്ട്. ഞാൻ ഭയങ്കര പ്രോഗ്രസീവ് ചിന്താഗതിയുള്ള ആളൊന്നുമല്ല, പക്ഷേ ഞാൻ ഇതിൻ്റെ 2 ന്യൂട്രലാണ്. അവരവർക്ക് തോന്നിട്ടോട്ടെ, അത് നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ല. പക്ഷേ അങ്ങനെ ഇടുമ്പോഴത്തേനും ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ അതിനെ കാണുന്നവർ അവർ കാണുന്ന അതേ സെൻസിൽ കാണുമെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. ഇതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. അപ്പോൾ ഈ ഷെഫീന ബീവി ഈ ഒരു വിഷയത്തിൽ ഞാനിട്ട വീഡിയോയ്ക്ക് ഒരുപാട് ആൾക്കാർ എനിക്ക് കമൻറ്റ് ചെയ്തു, ഷെഫീന ബീവിക്കൊപ്പം അവർ പറഞ്ഞതിൽ എന്താ തെറ്റ്, അങ്ങനെയാണോ ആണുങ്ങളെ പ്രൊവോക്ക് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമൻറ്റ് എനിക്ക് വന്നു. നിങ്ങളോട് ആരാ പറഞ്ഞ് ഒരു പെണ്ണ് ഇച്ചിരി ഹോട്ടായിട്ടൊരു ഡ്രസ്സ് ഇട്ടിട്ട് വന്ന ഉടനെ ആണുങ്ങളെല്ലാം കൂടെ കയറി പിടിക്കാൻ പോകുന്നു? നിങ്ങളോട് ആരാ പറഞ്ഞേ? അങ്ങനെയൊന്നും ഇല്ല. അങ്ങനെ ഒരുത്ത പിടിക്കാൻ പോകുന്നുണ്ടെങ്കിൽ അവൻ്റെ ഞരമ്പിന് എന്തോ പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് അവനെങ്ങനെ പിടിക്കാൻ പോകുന്നത്. അല്ലാതെ മനുഷ്യന്മാരല്ലേ പുള്ളേ, കൺട്രോൾ ചെയ്യാനൊക്കെ അറിയത്തില്ലയോ? അതാണ് സംഭവം. രണ്ടാമത്തത്, ഷെഫീന ബീവി പറഞ്ഞ ആ സാധനത്തിനോട് ഒരുപാട് പേർക്ക് യോജിപ്പുണ്ട്. എന്തൊരു വസ്ത്രമാണ് ഇടുന്നത്, ഇങ്ങനത്തെ തുണി ഇട്ടുകൊണ്ടാണോ പൊതുസമൂഹത്തിനോട് നടക്കുന്നത്, കാണുന്ന പുതുതലമുറയെ വഴിതെറ്റിക്കല്ലേ എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. ഞാൻ പൊതുവേ ഒത്തിരി ഹോട്ടായിട്ടുള്ള ഒത്തിരി സെസ്കി ആയിട്ടുള്ള ഡ്രസ്സിനൊന്നും പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളല്ല ഞാൻ. എനിക്ക് അങ്ങനത്തെ ഡ്രസ്സുകളൊന്നും അധികം ഇഷ്ടമല്ല. മീൻസ് എനിക്കറിയാവുന്ന ആൾക്കാരൊന്നും അങ്ങനത്തെ ഇടുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. പക്ഷേ ആ ഇഷ്ടമില്ലായ്മ നമ്മൾ അവതരിപ്പിക്കുന്ന ഒരു രീതിയുണ്ട്. ആ അവതരിപ്പിച്ച രീതി എനിക്ക് ഒരു തരത്തിലും യോജിക്കാൻ പറ്റത്തില്ല. എന്തൊക്കെ പറഞ്ഞാലും ഷെഫീന ബീവി ആ കണ്ടൻറ്റ് അവതരിപ്പിച്ച രീതിയോട് എനിക്ക് യോജിപ്പില്ല. അവരുടെ ആ ഒരു ഒപ്പീനിയൻ അവരുടെ ഒപ്പീനിയനാണ്. അതിന് പകരം സ്ത്രീകളെ മെറ്റീരിയലായി കാണുന്നു, ഇറങ്ങി നിൽക്ക് ആണുങ്ങൾ എന്നൊക്കെ പറഞ്ഞത് ഭയങ്കര മോശം സ്റ്റേറ്റ്മെൻറ്റാണ്. അതിന് അവരെ ബ്ലൈൻഡായിട്ട് വിശ്വസിക്കുന്ന ആളുകളോ അല്ലെങ്കിൽ അതേ അഭിപ്രായത്തിനോട് യോജിക്കുന്ന ആളുകളോ എങ്ങനെ സപ്പോർട്ട് ചെയ്തെന്ന് പറഞ്ഞാലും അവർ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റുകൾ പലതും തെറ്റാണ്. അത്ര ഫൂളിഷ്നെസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അത് അവർക്ക് അവതരിപ്പിക്കായിരുന്നു വളരെ മനോഹരമായ രീതിയിൽ. നമുക്ക് ബാക്കിയേക്കാം, ഇനിയാണ് ഇതിനകത്ത് സാധനം ഇരിക്കുന്നത്. ഇങ്ങനെ അത് എഫക്റ്റ് ഞാൻ വിചാരിച്ചില്ല. അമ്മയ്ക്ക് എന്ത് പറയാനുണ്ടോ? അമ്മയ്ക്ക് അത് എഫക്ട് ചെയ്യുന്നുണ്ടോ? എനിക്ക് കൈ മതി, അപ്പം സാധനം വേണ്ട. കയറ് കിട്ടിയില്ല. കേരളത്തിലെ കയറ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്താൽ കേരളത്തിലെ കയറ് കിട്ടാൻ എനിക്ക് മനസ്സിലായി. എനിക്ക് ഈ ദയാസിനോട് എനിക്ക് യാതൊരു എതിർപ്പില്ല. പക്ഷേ ഇവരുടെ പല സ്റ്റേറ്റ്മെന്റുകളോടും ഇവരുടെ സ്റ്റേറ്റ്മെന്റുകളോടും എനിക്ക് താല്പര്യമില്ല. ഞാൻ ഇവരെ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് നാൾ മുമ്പേ. ഫോളോ ചെയ്തിട്ട് ഞാൻ കാണുമ്പോഴെല്ലാം ഫോളോവേഴ്സിനെ ആട്ടാർപ്പൂച്ചാം, നീയൊക്കെ വേണേ കണ്ടാൽ മതി, നീയൊക്കെ സൗകര്യമുണ്ടെ കമൻറ്റ് ഇട്ടാൽ മതി, ഈ ഒരു സ്റ്റൈല് സാധനങ്ങൾ ഞാൻ കുറേ കണ്ടു. ഞാൻ അൺഫോളോ ചെയ്തവരെ ഇപ്പോൾ വീണ്ടും ഫോളോ ചെയ്തു, കാരണം കോൺട്രവേഴ്സി നടക്കുകയാണല്ലോ. അപ്പോൾ അത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഈ ഒരു വീഡിയോ എടുത്ത് നോക്കുമ്പോൾ തുടക്കം മുതൽ അവസാനം വരെ ഈ കയറിൽ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പട്ടത്തിൻ്റെ കയറ് പിടിച്ചാൽ പോലും ഇത്ര നേരം പിടിക്കേണ്ടി വരത്തില്ല. കയറ് വിട്ടിട്ട് ബാക്കി പറ എത്ര നേരം പറഞ്ഞിട്ട് ഈ കയറും ഒരു തമാശ ഒരു തവണ വർക്കാവത്തുള്ളതാണ് കേട്ടോ എൻ്റെ ഒരു സാധനം. ജനുവലി സാർ തലയൊക്കെ ഇവിടെ ഇങ്ങനെ വേദനിക്കുന്നു കയറ് കിട്ടാത്തതുകൊണ്ട്. അച്ഛനെ ഒന്ന് വിളിച്ച് ചോദിക്കോ, കയറ് കിട്ടുന്നു? കയറോ? കയറ് കിട്ടിയില്ല, ബെൽറ്റ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യട്ടേന്ന്. അല്ല, അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞു. അല്ല, അമ്മ പറയുമ്പോ ഞാൻ വിചാരിച്ചു ശരിക്കും സാരി എടുത്തിട്ട് ഇങ്ങനെ കെട്ടിയിട്ടാൽ മതിയോ? എനിക്കറിയത്തില്ല എന്താ സെറ്റപ്പ് എന്നുള്ളത്. എന്തായാലും മഞ്ജു പിള്ള മകളെ കെട്ടിയിടുന്നില്ല എന്നുള്ള സാധനം ഇവിടെ തീർന്നിരിക്കണം. മഞ്ജു പിള്ളയ്ക്ക് പ്രശ്നമില്ല, സ്വന്തം അമ്മയ്ക്ക് പ്രശ്നമില്ല, സ്വന്തം അപ്പന് പ്രശ്നമില്ല, സ്വന്തമായിട്ട് വസ്ത്രം ധരിക്കുന്ന പെണ്ണിന് പ്രശ്നമില്ല. പിന്നെ ആർക്കാണ് ഒരു പ്രശ്നം? നമ്മൾ പ്രശ്നം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ആ കൊച്ചതിന് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇട്ടെ. 2023 ഇട്ട ഡ്രസ്സിൻ്റെ പേരിലാണ് ഇപ്പോൾ കോൺട്രവേഴ്സികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് അതിനേലും വലിയ കോമഡി. ബാക്കിയൊക്കെ ഞാൻ വിചാരിച്ച വിഷയം തീർന്നു. എന്നിട്ട് പിന്നെ ഇത് വീണ്ടും ഇങ്ങനെ കുത്തിപ്പൊങ്ങ് വരിക. ഇൻസ്റ്റാഗ്രാം നോക്കിക്കഴിഞ്ഞാൽ മൊത്തം ഷെഫീന ബീവി അങ്ങോട്ട് ചീത്ത വിളിക്കുന്നു, ഷെഫീന ബീവി തിരിച്ചിങ്ങോട്ട് എന്തൊക്കെയോ പറയുന്നു, ദയാസുജിത്തിനെ സപ്പോർട്ട് ചെയ്ത് കുറേ വരുന്നു, ദയാസുജിത്ത് എന്തൊക്കെ വിടുന്നു. ഇത് ഞാൻ വിചാരിച്ചത് കഴിഞ്ഞില്ലായിരുന്നല്ലേ? നല്ല ഉത്തരം. ഐ ഫീൽ ദാറ്റ് ദിസ് ഇസ് യൂസ്ലെസ് സ്റ്റഫ് which is happening. Yeah, useless stuff, but ഇത് നമ്മളെ ബാധിക്കുന്ന വിഷയമേ അല്ല. ബട്ട് ആസ് എ മദർ എവിടെയോ ഇരുന്ന് ആരെന്ത് പറഞ്ഞാലും നമ്മുടെ ഫാമിലി, നമ്മുടെ കുഞ്ഞുങ്ങളെ എസ്പെഷ്യലി നമ്മുടെ കുഞ്ഞുങ്ങളെ പറയുമ്പോൾ ആസ് എ മദർ നമുക്കൊരു വേദന ഉണ്ടാവും ഇവിടെ.
ഇതാണ് പോയിന്റ്. അതാണ് ഇതിനകത്തെ മെയിൻ സാധനം. ഇപ്പം ഞാൻ ഒരുപാട് ആൾക്കാരെ റിയാക്ട് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ ചിന്തിക്കുന്നത് ഞാൻ സർക്കാസത്തിലൂടെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. പക്ഷേ പല ആൾക്കാർക്കും ഫീൽ ചെയ്യാറുണ്ട്, എനിക്ക് അറിയാറുണ്ട്, എനിക്ക് നന്നായിട്ട് അറിയാം ഞാൻ ചെയ്യുന്ന പല ആൾക്കാർക്കും ഫീൽ ചെയ്യും എന്നുള്ളത്. എന്തിന് ഫേസ്ബുക്കിൽ എനിക്ക് വരുന്ന ചീത്തവിളി, എന്തിനാ ഇവന്മാരൊക്കെ എന്നെ ചീത്ത വിളിക്കുന്നത് അറിയത്തില്ല. ഞാൻ യവന്മാരുടെ തന്തയ്ക്ക് വിളിച്ചിട്ടില്ല, ഇന്ന് വരെ ഞാൻ ആരെയും ചീത്ത വിളിച്ചിട്ടില്ല. ആകെ ഞാൻ ചീത്ത വിളിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ എന്നെ വിളിച്ചപ്പോൾ ഞാൻ തിരിച്ച് അവരുടെ അച്ഛനെ വിളിച്ച്, അല്ല ഞാൻ അങ്ങോട്ട് കയറി ഒരു മനുഷ്യനെ ചീത്ത വിളിച്ചിട്ടില്ല, അബ്യൂസീവ് വേർഡ്സ് ഞാൻ ഉപയോഗിക്കുന്നില്ല, ഒരാളെ മോശമായിട്ട് ഞാൻ പറയുന്നില്ല, ഒന്നും ഞാൻ ചെയ്യുന്നില്ല. പിന്നെ ഈ ഫേസ്ബുക്കിലുള്ള കുറേ മാക്കാന്മാർ എന്തിനാണ് വന്ന് എന്നെ ചീത്ത വിളിക്കുന്നത് അറിയത്തില്ല. പൊതുവേ ഫേസ്ബുക്കിലുള്ള ഓഡിയൻസിന് യവന്മാരൊക്കെ മുടിഞ്ഞ് ടോക്സിക് ആണെന്നൊരു സാധനമുണ്ട്. അത് അടിവരയിട്ട് ഉറപ്പിക്കുന്ന പോലെയാണ് കുറേ വിവരമില്ലാത്തവന്മാരുടെ കമൻറ്റ് നമുക്ക് ഫേസ്ബുക്കിൽ വന്നുകൊണ്ടിരിക്കുന്നത്. നീയൊക്കെ എന്തിനു തേങ്ങയ്ക്കാണ് ഇങ്ങനെ കമൻറ്റ് ഇടുന്നേ? കാര്യമുള്ള കാര്യത്തിന് ചീത്ത വിളിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. അതല്ല പോയിന്റ്. അപ്പോൾ ബേസിക്കലി ഒരു മകളെക്കുറിച്ച് ഭയങ്കര മോശമായിട്ട് പറയുമ്പോൾ അത് കേൾക്കുന്ന അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ഇതാണ് ഷെഫീന ബീബി ചെയ്ത ബെയ്റ്റ് സാധനം. എടി മഞ്ജു പിള്ളേ നിനക്കൊന്നല്ലേ ഉള്ളൂ, കെട്ടിയോട്ട് വളർത്ത്, 1000 എണ്ണമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ഉള്ള ഭാഷ യൂസ് ചെയ്യുമ്പോഴത്തേനും അത് എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നുള്ള അത് ഭയങ്കര മോശമായിട്ടായിരിക്കും ഇത് കേൾക്കുമ്പോൾ മഞ്ജു പിള്ളയ്ക്ക് ഫീൽ ചെയ്യുന്നത്. ഇതിപ്പോൾ ബേസിക്കലി നമ്മൾ തിരിച്ച് ചോദിക്കുകയാണെങ്കിൽ അത് തന്നെയല്ലേ ഫീൽ ചെയ്യും. ഇപ്പോൾ എന്നെ ഒരുത്തം വന്നിട്ട് ചീത്ത വിളിക്കുന്നു, നീ പോടാ മറ്റവനെ മറിച്ചവനെ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ നീ പോടാ മൈ മോനെ, നീ പോടാ പൂ മോനെ എന്നൊക്കെ പറയുമ്പോഴത്തേനും ഞാൻ തിരിച്ച് നിൻ്റെ തന്തയെ പോയി വിളിടാ മൈ മോനെ എന്ന് ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ നിനക്കൊക്കെ ഒരു ഫീൽ ഉണ്ടാകത്തില്ലേ? അതാണ് പ്രശ്നം. അതുകൊണ്ട് നമ്മൾ ഒരാളെ പറയുമ്പോഴത്തേനും ബേസിക്കലി അയാളെ പറയാൻ ശ്രമിക്കുക, അയാളെ പറയണം. അല്ലാതെ അയാൾ അച്ഛനും അമ്മയ്ക്കും പറയുമ്പോഴത്തേനും നമ്മുടെ ഒരു പിതൃത്വത്തിൻ്റെ ഒരു ക്വാളിറ്റിയാണ് അതിനകത്ത്. ബാക്കി കേൾക്കാം. ഒരു വേദന, നോട്ട് എന്താ പറയുക, പേടി, അല്ലെങ്കിൽ അങ്ങനെയല്ല. എനിക്ക് എൻ്റെ കൊച്ചിനെ പറയുമ്പോൾ ഉണ്ടാകുന്നൊരു വേദന ഒരമ്മ എന്നുള്ള രീതിയിൽ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ബട്ട് ഈ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ, യൂട്യൂബിൽ, ഫേസ്ബുക്കിൽ മുതലായ പ്ലാറ്റ്ഫോമുകളിലൊക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോഴത്തേനും ചില ആളുകൾ വന്നിട്ട് അബ്യൂസീവായിട്ടുള്ള കമൻറ്റുകളിടും, അബ്യൂസീവായിട്ടുള്ള റിയാക്ഷൻസ് വരും. അതിനെ അങ്ങ് തട്ടി വിടുക എന്നുള്ളതേ ഉള്ളൂ. ഇങ്ങനെ നമുക്ക് ഒരാളെ അഭിപ്രായം പറയാം, വിമർശിക്കാം, അതിനൊക്കെ ഉള്ള പൂർണ്ണമായ റൈറ്റ്സ് ഉണ്ട്. പക്ഷേ ഈ നമ്മളൊരു തന്നെ വിമർശിച്ചു എന്ന് പറഞ്ഞിട്ട് യവൻ തിരിച്ച് നമ്മളെ തന്തയ്ക്ക് വിളിക്കുമ്പോൾ യവൻ്റെ തന്തയുടെ ക്വാളിറ്റി തന്നെ ഇളക്കണം. എനിക്കത് അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. നമ്മളൊരാളെ റിയാക്ട് ചെയ്ത് മോശമാണെന്ന് നീയൊക്കെ പറയുമ്പോൾ മര്യാദയ്ക്കുള്ള രീതിയിൽ റിയാക്ട് ചെയ്യണം. ബേസിക്കലി ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ, ഞാൻ എന്തെങ്കിലും ചെയ്തതിനകത്ത് പ്രശ്നമുണ്ടെങ്കിൽ എന്നെ വിമർശിക്കണം. അതാണ് എൻ്റെ ഒരു കോൺസെപ്റ്റ്. ഇവിടെ സംഭവിച്ചത് ദയ ചെയ്തതിന് ചീത്തവിളി മൊത്തവും കേട്ടത് മഞ്ജു പിള്ള കേട്ടാണ്. അപ്പോൾ അവർക്കത് ഫീൽ ഉണ്ടാകുന്നത് കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞാണല്ലോ. അപ്പോൾ അവരുടെ മോളെ പറയുമ്പോൾ അവർക്ക് പൊള്ളും. അവരതിനെതിരെ വൻ പ്രതികരണമായിട്ടും പ്രതിഷേധമായിട്ടും വരും. എൻ്റെ അറിവ് പ്രകാരം അവർ കേസ് കൊടുത്തിട്ടുണ്ടാവണം, കേസ് കൊടുക്കും. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. ക്വസ്റ്റ്യൻ മാർക്ക് അല്ല, അത് മാത്രമല്ല എന്ത് ചെയ്യാൻ പറ്റും ക്വസ്റ്റ്യൻ മാർക്ക്. പക്ഷെ അത് മാത്രമല്ല, എന്നെ എത്രയോ പേര് എന്നെ സ്വന്തം മകളായിട്ട് കാണുന്നു. അമ്മ നല്ലല്ലേ മോനെ? മഞ്ജുപ്പിള്ളയ്ക്ക് മനസ്സിലായില്ല. ഞാൻ പറഞ്ഞുതരാം. അതായത് ദയയെ എത്രയോ പേര് അമ്മയായിട്ട് കാണുന്നു, അല്ല മകളായിട്ട് കാണുന്നു എന്ന് പറയുമ്പോൾ ഷെഫീന ബീബി ആദ്യം ഈ വീഡിയോ ഇട്ട് മെറ്റീരിയൽ ആ വീഡിയോ ഇടുന്നു. ആ വീഡിയോയ്ക്ക് ശേഷം ഈ സാധനം ഭയങ്കരമായിട്ട് ഏറിക്കിടന്ന് പറക്കുന്നു. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവർ വന്ന് വീണ്ടും ഒരു എക്സ്പ്ലനേഷൻ ഇടുന്നു. ഞാൻ എൻ്റെ മകളെ പോലെ കണ്ടിട്ടാണ് ഞാനത് പറഞ്ഞതെന്ന് പറയുന്നു. അതാണ് ഇവിടെ ട്രോൾ ചെയ്ത്, അല്ലാതെ നാട്ടുകാരുടെ സ്നേഹത്തെക്കുറിച്ചിട്ടല്ല പറഞ്ഞത്. അതൊക്കെ നല്ലതല്ലേ? ഒരാൾക്ക് അതല്ല, എന്നെ എത്രയോ പേര് എന്നെ മകളായിട്ട് നല്ലതല്ലേ ചോദിക്കുന്നത്. ഞാൻ അമ്മ നിങ്ങളെ പറ്റിയല്ല പറഞ്ഞു കേട്ടോ. നിങ്ങൾ ഒരു സ്പെസിഫിക് ആളുണ്ട്, ആള് കുറെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ആ ആള് പറഞ്ഞതാണ് ഞാൻ മകളെ പോലെയാണെന്ന്. ഒരു മകളെ പോലെ കാണുന്ന ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട്. ഇത് ഞാനും കുറച്ച് പറയും. ഇത് എനിക്ക് എല്ലാത്തിനേക്കാളും കുറച്ചും കൂടി ഇതാണ് എനിക്ക് കുറച്ച് ഡൈജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായത് പേഴ്സണലി. എനിക്ക് ഒരാളുണ്ടായിരുന്ന പേര് എനിക്ക് അറിയത്തില്ല, ഞാൻ മറന്നു. പക്ഷെ ഒരു ആണായിരുന്നു. ഹി വാസ് സപ്പോർട്ടിങ് മീ. ഒരു വീഡിയോ ഇട്ടിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് പറഞ്ഞ കുട്ടിയുടെ ഇഷ്ടം, കുട്ടിയുടെ ഡ്രസ്സ്, വാട്ട് എവർ ഇറ്റ് ഇസ്. പക്ഷെ അതിൻ്റെ താഴെ ഒരു കമൻറ്റ് വന്നിരുന്നു, വേറെ ഏതൊരു നല്ലൊരു മനുഷ്യൻ. ഇത് എനിക്ക് അവർ റിയാക്ട് ചെയ്യാത്തതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇത് പെയ്ഡ് PR ആണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഈ എന്നെ സപ്പോർട്ട് ചെയ്ത ആൾ തന്നെ പറഞ്ഞു സംശയമില്ലാതെ ഇല്ലാന്ന്. അപ്പോൾ ഞാൻ ഇത് രണ്ട് കൊളംകാര, ഇതെന്താ എനിക്ക് മനസ്സിലായില്ല. മേ ബി അവരുടെ ഒപ്പീനിയൻ ആയിരിക്കും. ഇറ്റ്സ് ഫൈൻ, കംപ്ലീറ്റ്ലി ഫൈൻ. ബട്ട് ഇത് ഒന്നല്ല, പല ഇതിൽ ഞാൻ കണ്ടിട്ടുണ്ട് സെയിം തിങ്, പെയ്ഡ് PR. ഇതിനൊക്കെ ഉത്തരം കൊടുക്കാൻ നിൽക്കണോ? പെയ്ഡ് PR ആണോ എന്നുള്ളത് ബേസിക്കലി ഇതുള്ളതാണ്. സംഭവം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരാളെ എതിർക്കുന്നു, ഒരാളെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് വെക്കുക. അപ്പോൾ ഇത് നമ്മൾ ആരെയാണോ എതിർക്കുന്നത് അയാളെ ഇഷ്ടമുള്ളവർ എന്നിട്ട് എത്ര രൂപ കിട്ടി എന്ന് ചോദിക്കും.
ഞാൻ പലർക്കും റിപ്ലൈ കൊടുക്കാറുണ്ട്, 1 കോടി കിട്ടി, 15 ലക്ഷം കിട്ടി, നിനക്ക് വേണമെന്ന് ഞാൻ ചോദിക്കാറുണ്ട്. ആ ഒരു സാധനമാണെന്നാണ് തോന്നുന്നത്. ഇപ്പോൾ ഇവർ PR കൊടുത്ത് ചെയ്യിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെയൊന്നുമില്ല. പല ആൾക്കാർക്കും പല ഒപ്പീനിയനാണ്, അത് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ PR വെച്ച് ചെയ്യിക്കുകയാണെങ്കിൽ ഇവരുടെ കയ്യിലുള്ള പൈസയ്ക്ക് ഇവർക്ക് ആവശ്യത്തിലധികം PR ചെയ്ത് ഉണ്ടാക്കാമായിരുന്നു. അപ്പോൾ ഈ വിഷയത്തിൽ ദയാസുജിത്തിൻ്റെയും മഞ്ജു പിള്ളയുടെയും അവസാനത്തെ ഒരു പ്രതികരണമായിരിക്കും ഇതെന്നാണ് പറഞ്ഞ് ഈ വീഡിയോ വന്നത്. ഈ വീഡിയോയ്ക്കൊപ്പം മൊത്തവും കഴുത്തെ കയറിട്ട് കെട്ടുന്ന സാധനത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് സംസാരിച്ചിട്ടുള്ളത്. എന്തായാലും ഇങ്ങനൊരു വിഷയത്തിൽ ദയ ഇനിയും ഒതുങ്ങാൻ പോകുന്നില്ല എന്നൊരു സാധനം നമുക്ക് മനസ്സിലായി. നമുക്കതിലും കാണാം. നന്നായിരിക്കട്ടെ. എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റുകളെ രേഖപ്പെടുത്തും. മറ്റൊരു കാണുന്നവരെ.